ഒരു വിശ്വാസിയുടെ ഭവനം എപ്രകാരമായിരിക്കണമെന്നും ആ വീട്ടിൽ ഐശ്വര്യവും ബറക്കത്തുമൊക്കെ നിലനിൽക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ആ വീട് മുക്തമായിരിക്കുവാൻ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നുമൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു വിശ്വാസി അവൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. അതേപോലെ തന്നെ വീട്ടുകാർക്ക് സലാം ചൊല്ലണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതിലൂടെ വീട്ടിലും അംഗങ്ങൾക്കും ബറക്കത്ത് ലഭ്യമാകും എന്ന്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുവാനും അത് വലത് കൈ കൊണ്ടായിത്തീരുവാനും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനുമൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതും ഈ കാര്യത്തിന് വേണ്ടി തന്നെയാണ്. അതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ നമ്മുടെ വീടുകളിൽ പാരായണം ഉണ്ടായിരിക്കണം എന്നുള്ളത് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിത്യജീവിതത്തിലെ ദിക്റുകളും ദുആകളും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഫർളുകൾ അവർ പള്ളികളിൽ വെച്ച് നിർവഹിക്കുമ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ വീടുകളിലേക്ക് മാറ്റിവെക്കണമെന്ന് പഠിപ്പിച്ചതും ഈ ഒരു ബറക്കത്തുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം പുറമെ ചില ആളുകൾ വീട്ടിൽ സദാ ഐശ്വര്യമുണ്ടാകുവാനും ബറക്കത്തുണ്ടാകുവാനും വീട്ടിലുള്ള അംഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകുവാനും സ്നേഹമുണ്ടാകുവാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആയത്തുകൾ അല്ലെങ്കിൽ ഒരായത്തിൻ്റെ ഭാഗം വീടിൻ്റെ മുൻഭാഗത്ത് എഴുതി വെക്കണമെന്നും അതേപോലെ തന്നെ അത് നന്നായി എഴുതാൻ അറിയാവുന്നവരെ കൊണ്ട് എഴുതിച്ച് വെച്ച് അത് കാണുമ്പോൾ അത് വായിക്കും, അങ്ങനെ അത് ചൊല്ലി വീട്ടിലേക്ക് കയറിയാൽ ബറക്കത്തുണ്ടാകും, കടയിലും അത് എഴുതി വെക്കാം ബറക്കത്തുണ്ടാകും എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ലാത്തത് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത് കാണാം. ആ കൂട്ടത്തിൽ ഒരു മുസ്ലിയാർ പറയുന്ന സംസാരം നമുക്കൊന്ന് കേൾക്കാം. വീട്ടിൽ ബറക്കത്ത് കൂടാം, വീട്ടിൽ സന്തോഷമുണ്ടാവാം. നമുക്ക് വീട്ടിൽ എഴുതി വെക്കാൻ പറ്റിയ ചെറിയ ഒരു ദിക്ർ അല്ലെങ്കിൽ ഒരു ആയത്ത് പറയാം. വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ചൊല്ലുന്നതും വളരെ നല്ലതാണ്. അതോടൊപ്പം വീട്ടിൻ്റെ മുൻഭാഗത്ത് കാണുന്ന രൂപത്തിൽ അത് എഴുതി വെച്ചാൽ വീട്ടിൽ ബറക്കത്ത് കൂടുകയും ചെയ്യും. അത് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ചൊല്ലിപ്പോവുകയും ചെയ്യും. അതിന് പറ്റിയ ചെറിയ ഒരു ആയത്തിൻ്റെ കുറഞ്ഞ ഭാഗം മാത്രം സൂറത്തുൽ കഹ്ഫിലെ 39-ാമത്തെ ആയത്തിൻ്റെ ശകലമാണ് എഴുതി വെക്കേണ്ടത്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സഹീഹ് മുസ്ലിമിൽ 2704-ാമത്തെ ഹദീസായി രേഖപ്പെടുത്തി വെച്ചതും കാണാം. പൂർവികരായ ആളുകൾ ചെയ്തു പോന്നിരുന്ന വലിയൊരു കാര്യം, അത് അൽ കഹ്ഫിന്റെ 39-ാം ആയത്തിന്റെ ശകല ഭാഗം അവർ ചൊല്ലിയിട്ടായിരുന്നു വീട്ടിലേക്ക് കയറിയിരുന്നത്. അത് വീട്ടിന്റെ മുൻഭാഗത്ത് എഴുതി വെക്കുന്നത് വളരെ കൂടുതൽ ഉപകാരപ്രദമാണ്. ഏതാണ് അത് ആയത്തെന്നറിയോ? മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് വീട്ടിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് എഴുതി വെക്കുകയും വീട്ടിൽ കയറുന്ന സമയത്ത് അത് ചൊല്ലിക്കൊണ്ട് കയറുകയും ചെയ്താൽ വലിയ ബറക്കത്ത് നമ്മുടെ വീട്ടിലുണ്ടാകും, വലിയ അനുഭൂതി വീട്ടിലുണ്ടാവും. ഐക്യത്തോടു കൂടി സ്നേഹത്തോടു കൂടിയുള്ള നല്ല ഒരു വീട് ആയി നമ്മുടെ വീട് മാറിക്കിട്ടും. നമ്മുടെ ജോലി സ്ഥലത്തും എഴുതി വെക്കാം. നമ്മുടെ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അതിലും മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് അറബിയിൽ എഴുതി വെക്കുക. എന്നിട്ട് ആ സ്ഥാപനത്തിൽ കയറുന്ന സമയത്ത് നമ്മൾ ഈ ദിക്ർ ചൊല്ലുക. വലിയ ഗുണം അതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ആരും മറന്നു പോകേണ്ട. ഈ ദിക്ർ തീർച്ചയായും നമ്മൾ എഴുതി വെക്കാൻ ശ്രമിക്കുക. നല്ല എഴുതാൻ അറിയുന്ന ഒരാളെ കൊണ്ട് നല്ല രൂപത്തിൽ എഴുതിയാൽ അത് വീട്ടിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. ആ രൂപത്തിലേക്ക് നമ്മൾ എഴുതി വെക്കുക. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എഴുതി വെക്കാൻ പറയുന്നത് എന്താണ്? സൂറത്തുൽ കഹ്ഫിലെ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് വീടിൻ്റെ മുൻഭാഗത്ത് എഴുതി വെക്കാൻ. അതിലൂടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും. അത് ചൊല്ലി വീട്ടിലേക്ക് പ്രവേശിക്കുവാനും കടയിലേക്ക് പ്രവേശിക്കുവാനുമൊക്കെ. ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞു എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു കബളിപ്പിക്കൽ കൂടി ഇദ്ദേഹം ഇതിൽ നടത്തുന്നുണ്ട്. അയാൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഹ് മുസ്ലിമിൽ 2704-ാം നമ്പർ ഹദീസായി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹദീസ് എന്നിങ്ങനെ കൂട്ടത്തിൽ അദ്ദേഹം എടുത്ത് ചേർക്കുന്നുണ്ട്. എവിടെയാണ്, എന്താണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പറഞ്ഞുവെന്നാണോ ഇയാൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ 2704-ാം നമ്പർ ഹദീസിൽ ഇങ്ങനെ ഒരാൾ വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലണമെന്നും അത് വീട്ടിൽ എഴുതി വെക്കണമെന്നും അതിലൂടെ ബറക്കത്തുണ്ടാകുമെന്നുമൊക്കെ ഇങ്ങനെ ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ 2704-ാം നമ്പർ ഹദീസായി വന്നിട്ടുണ്ട് എന്നാണോ? എങ്കിൽ അത് എവിടെയാണ്? എന്തിനാണ് ഈ കളവുകൾ പറയുന്നത്?
ഓരോന്ന് നല്ലതല്ലേ എന്ന നിലക്ക് ഓരോരുത്തരുടെ സ്വന്തം വക പോക്കറ്റിൽ നിന്ന് എടുത്തങ്ങ് ഇതൊക്കെ ചെല്ലിയാൽ, ഇതൊക്കെ എഴുതി വെച്ചാൽ വീട്ടിലും കച്ചവട സ്ഥാപനത്തിലുമൊക്കെ ബറക്കത്തുണ്ടാകുമെന്ന് പറയുവാനുള്ള അധികാരം ആരാണിവർക്ക് നൽകിയത്? അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ പ്രചരണങ്ങളൊക്കെ ഇവരിങ്ങനെ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് പല വിധത്തിലുള്ള മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലാകാത്തൊരു ബറക്കത്തും അവിടുത്തേക്ക് മനസ്സിലായിട്ടില്ലാത്ത ഒരു മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ആയത്ത് എഴുതി വെക്കലും അത് ചൊല്ലലും അതിൻ്റെ പുണ്യവും അതിൻ്റെ മഹത്വവും അതിൻ്റെതായ പ്രത്യേകതകളുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുവാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് നമ്മൾ വേണ്ടത്. അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം മതപരമായ നിലക്കൊരു ബറക്കത്താണ്, പുണ്യകരമാണ് എന്ന് പറയണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായി നമുക്ക് പ്രമാണങ്ങളിൽ തെളിവ് വേണ്ടേ? അതില്ലാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതിൻ്റെ ഒരു ചുരുക്കം ഞാൻ തുടക്കത്തിലേ നിങ്ങളെ കേൾപ്പിക്കുകയും ചെയ്തു. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഗൃഹാന്തരീക്ഷം ഇസ്ലാമികമാക്കുവാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഹലാലായ നിലക്കുള്ള കച്ചവടം നമ്മൾ ചെയ്താൽ, നമ്മുടെ വീട്ടിലും കച്ചവട സ്ഥലത്തും മറ്റു കാര്യങ്ങളിലും ജോലി സ്ഥലത്തുമെല്ലാം അള്ളാഹു ബറക്കത്തും ഐശ്വര്യവും ചൊരിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സത്യത്തെ സത്യമായി മനസ്സിലാക്കുക, ഇല്ലാത്തൊരു ദീനിന്റെ പേരിൽ നമ്മൾ പ്രചരിപ്പിക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചര്യകളാണ് ഏറ്റവും മുന്തിയ ചര്യ. അതിൽ നമ്മളായിട്ടൊന്നും കടത്തിക്കൂട്ടരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളിൽ അധിഷ്ഠിതമായ നിലക്ക് ജീവിച്ച് മുന്നേറുന്ന സജ്ജനങ്ങളിൽ, പ്രവാചക തിരുമേനിയുടെ അധ്യാപനങ്ങളിൽ ഒതുങ്ങി നിന്ന് അവിടുത്തെ ഇത്തിബാഴ് ചെയ്തുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.